നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ഞാൻ ഉന്മേഷ് ശിവരാമൻ. ആദ്യ വാർത്തയിലേക്ക്. കോഴിക്കോട് പുല്ലൂരാംപാറയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞു. 2 പേർ മരിച്ചു. വേലംകുന്നേൽ കമല, ആനിക്കാമ്പൊയിൽ ത്രേസ്യാമ്യ മാത്യു എന്നിവരാണ് മരിച്ചത്. 26 പേർക്ക് പരുക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. അപകടത്തിന് തൊട്ട് മുൻപ് ബസ് ബ്രേക്ക് ചെയ്തതായി കണ്ടെത്തി. ബ്രേക്കിന് പ്രശ്നമുള്ളതായി പറയാനാകില്ലെന്ന് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ MK പ്രജീഷ് 24നോട് പറഞ്ഞു. ഡ്രൈവറാണ്. അപ്പോൾ ഈ ഡ്രൈവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വണ്ടി സ്ലോ ചെയ്തിട്ടുണ്ട്. ഒരു ട്രെയിന് സൈഡ് കൊടുക്കാണ്ട് സ്ലോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുള്ളി താഴോട്ട് എടുക്കുകയും പെട്ടെന്ന് തന്നെ പുള്ളിയുടെ നിയന്ത്രണം തെറ്റി ലെഫ്റ്റിലോട്ട് വാഹനം മറിയുകയാണ് ചെയ്തത്. അപ്പം പുള്ളിയുടെ ഇങ്ങനെ വണ്ടിയുടെ കൺട്രോൾ തെറ്റാനുള്ള കാരണം എന്താണെന്നുള്ള അറിയണമെങ്കിൽ വാഹനം പരിശോധിക്കുകയും അതേമാതിരി റോഡും നന്നായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഇൻസിഡന്റിന് തൊട്ട് മുമ്പാണ് ബ്രേക്ക് ചെയ്ത ടയർ മാർക്ക് നമ്മൾ കണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ടയർ മാർക്ക് നമ്മൾ നോക്കുന്നുണ്ട്, വേറെ മുന്നേ എവിടെയെങ്കിലും ടയർ മാർക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതും കൂടെ കണ്ടെത്തിയാൽ മാത്രമേ ഒരു നിഗമനത്തിലെത്താൻ പറ്റൂ. ആ ബ്രേക്ക് പിടിച്ച സ്ഥിതിക്ക് ബ്രേക്കിന് പ്രശ്നമുള്ളതായിട്ട് അറിയാൻ പറ്റുന്നില്ല. ബ്രേക്കിന്റെ ടയർ മാർക്കുണ്ട്. അതുകൊണ്ട് ബ്രേക്കിന് പ്രശ്നമായിട്ട് ഇപ്പം നിലവിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി വാഹനം പരിശോധിച്ചാൽ മാത്രമേ സാങ്കേതികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അറിയാൻ പറ്റൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അപകട സ്ഥലത്ത് നിന്ന് രാഹുൽ സുരേഷ്, ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ നിന്ന് സമീർ സി മുഹമ്മദ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് എന്നിവർ ചേരും. ആദ്യം രാഹുൽ സുരേഷിലേക്കാണ്. രാഹുൽ, ഈ അപകട കാരണം എന്താണെന്ന് ഇപ്പോൾ കൃത്യമായി ഉറപ്പിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, ഈ അപകട കാരണം സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും സംയുക്തമായുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രജീഷിന്റെ ഒരു പ്രതികരണം നമ്മൾ മുമ്പ് കേട്ടതാണ്. അതായത് ബസിന്റെ കണ്ടീഷൻ, അതായത് ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നൊരു നിഗമനത്തിൽ നിലവിൽ എത്തിയിട്ടില്ല. കാരണം ഈ അപകടത്തിന് തൊട്ട് മുമ്പ് റോഡിൽ ബ്രേക്ക് പിടിച്ചതായുള്ള ചില പാടുകൾ ഈ റോഡിൽ തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടതല്ല അപകട കാരണമെന്ന ഒരു പ്രാഥമികമായ നിഗമനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എത്തിയിട്ടുണ്ട്. മറ്റൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ടയറാണ്. പക്ഷേ ബസിന്റെ 6 ടയറുകൾക്കും നിലവിൽ തേയ്മാനം സംഭവിച്ചിട്ടില്ല എന്നത് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ സ്ഥലത്ത് നിന്നും പരിശോധിക്കും. അതിനുശേഷം ഒരു വ്യക്തത വരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഈ ബസ്സിലെ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും മൊഴി രേഖപ്പെടുത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. കാരണം അവരൊരു അപകടത്തിന് ശേഷം ഒരു ഞെട്ടലിലാണ്. അതുകൊണ്ട് അവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്താൻ നിലവിൽ സാധിച്ചിട്ടില്ല. ഇന്നോ നാളെയോ, ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ഈ ബസിന്റെ ഡ്രൈവറിൽ നിന്നും കണ്ടക്ടറിൽ നിന്നും മൊഴി രേഖപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മോട്ടോർ വാഹന വകുപ്പുള്ളത്. അല്പസമയം മുമ്പാണ് കോഴിക്കോട് റൂറൽ SP ആയിട്ടുള്ള നിതിൻ രാജ് ഈ സംഭവ സ്ഥലം സന്ദർശിച്ചത്. അദ്ദേഹം പറയുന്നതും നിലവിൽ എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ കഴിയില്ല. സംയുക്തമായ പരിശോധനയ്ക്ക് ശേഷം വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു അപകടം നടക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഭാഗത്തു നിന്നും വരികയായിരുന്നു KSRTC ബസ്. തിരുവമ്പാടിയിലേക്ക് പോകുന്ന ഈ റോഡിലൂടെ സ്ഥിരമായി സർവീസ് നടത്തുന്ന ഒരു ബസ് കൂടിയാണ്. ആ ബസ്സാണ് ഈ കാളിയാമ്പുഴ പാളത്തിൽ നിന്നും താഴേക്ക് തലകീഴായി മറിഞ്ഞത്. ബസ്സിൽ 45ഓളം യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 26 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 22 പേർ മുക്കത്തെ 3 ആശുപത്രികളിലായും ബാക്കിയുള്ള 4 പേർ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ്, മിംസ്, അതോടൊപ്പം തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രി, ഇങ്ങനെ തുടങ്ങി ആ ആശുപത്രികളിലാണ് നിലവിൽ 4 പേർ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തനം വേഗത്തിലായതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിഞ്ഞു. ഉന്മേഷ്, ഇനി നമ്മൾ പോകുന്ന ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലേക്കാണ്. അവിടെ നിന്ന് സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായുണ്ട്. സമീർ, എത്ര പേർ അവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്? അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അനുജ, ഉന്മേഷ്, നിലവിൽ ഇവിടെ 6 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ബസ് കണ്ടക്ടർ, അതുപോലെ തന്നെ ബസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള 6 പേരാണ് ഇവിടെ കഴിയുന്നത്. അതിൽ അല്പസമയം മുമ്പ് ഇവിടുന്ന് കണ്ടക്ടറുടെ മൂക്കിലൂടെ രക്തം വരുന്ന ഒരു ഘട്ടമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വിദഗ്ധമായിട്ടുള്ള ചികിത്സ വേണം എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയം മുമ്പ് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് കണ്ടക്ടർ രജീഷിനെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റ് ഡ്രൈവർ ഷിബു ഉൾപ്പെടെയുള്ള 6 പേരാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. ഈ 6 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ വെള്ളത്തിൽ വീണതിൻ്റെയും അതുപോലെ തന്നെ വീഴ്ചയിലുണ്ടായിട്ടുള്ള ചെറിയ മുറിവുകളും അത്തരത്തിൽ മാത്രമേ ഇവർക്കുള്ളൂ. മറ്റ് തരങ്ങളിലേക്ക് ഇവിടെ എത്തിയ ആകെ 10 പേരാണ് ഇവിടേക്ക് എത്തിയത്. അതിൽ ഇപ്പോൾ കണ്ടക്ടറായിട്ടുള്ള രജീഷ് ഉൾപ്പെടെ 3 പേരെ ഇവിടുന്ന് റെഫർ ചെയ്യുകയും ചെയ്തു. ഒരാളുടെ മരണം സംഭവിച്ചു. 75-കാരിയായിട്ടുള്ള ത്രേസ്യാമ്മ ഇവിടെ വെച്ചാണ് മരിച്ചത്. 10 പേരിൽ ഒരു മരണവും
മറ്റേ 6 പേർ ഇവിടെ ചികിത്സയിൽ കഴിയുന്നു. 3 പേരെ ഇവിടുന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മറ്റ് തരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പരിക്കേറ്റവരുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ചികിത്സയിൽ നിലവിൽ 26 പേരാണ് കഴിയുന്നത്. അതിൽ ലിസ ആശുപത്രിയിൽ 13 പേരുണ്ട്. ഈ ആശുപത്രിയിൽ 6 പേരും മുക്കം KMCTയിൽ 2 പേരുമാണുള്ളത്. കൂടാതെ കോഴിക്കോട് മിംസിലേക്ക് 2 പേര് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് ബേബി ആശുപത്രിയിലേക്ക് ഒരാളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരാളെയുമാണ് മാറ്റിയിട്ടുള്ളത്. ഗുരുതരാവസ്ഥയിലുള്ള 4 പേരെയാണ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. മറ്റുള്ള ആളുകളൊക്കെ തന്നെ മുക്കത്തുള്ള വിവിധ ആശുപത്രികളിലേക്കുണ്ട്. ഈ ആശുപത്രിയിലും അതുപോലെ തന്നെ ലിസ ആശുപത്രി, KMCT ആശുപത്രി എന്നിങ്ങനെ മുക്കത്ത് തന്നെ ഉള്ള ആശുപത്രികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരെ 4 പേരെയാണ് ഇപ്പോൾ കോഴിക്കോട് ടൗണിലേക്ക് മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ മിംസിലേക്കുമായി മാറ്റിയിരിക്കുന്നത്. അനുജ, ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നത്. അഭിജിത്ത്, അവിടെ എത്ര പേർ നിലവിൽ ചികിത്സയിലുണ്ട്? അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് അഭിജിത്ത്? ഉന്മേഷ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ 2 പേരാണ് ചികിത്സയിലുള്ളത്. അതിലൊരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മറ്റേയാളുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല. ഗുരുതരമായി പരിക്ക് പറ്റിയത് രാജു എന്നയാൾക്കാണ്. ഇദ്ദേഹം അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. മറ്റൊന്ന് മണി എന്ന ആളാണ്. ഇദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് അത്ര സാരമുള്ളതല്ല. ഒപ്പം തന്നെ കമല എന്ന സ്ത്രീയുടെ മൃതദേഹം കൂടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവരെ ലിസ ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചതാണ്. കൊണ്ടുവരുമ്പോൾ ജീവനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മെഡിക്കൽ കോളേജിൽ വെച്ച് ശ്രമകരമായിരുന്നു, വളരെ അത്യാസന്ന നിലയിലായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. അവരുടെ മൃതദേഹം കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 2 പേർ കോഴിക്കോട് മിംസ് ആശുപത്രിയിലുണ്ട്. കൂടാതെ ബേബി ആശുപത്രിയിൽ ഒരാളെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെയും പരിക്ക് അതീവ ഗുരുതരമല്ല എന്നറിയുന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൂടുതൽ പേരെ എത്തിക്കുന്നില്ല എന്നുള്ളത് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. ശരി. കോഴിക്കോട് പുല്ലൂരാംപാറയിലാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. പരുക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമ്മു കശ്മീരിൽ ഇന്ത്യ സഖ്യത്തിനും ഹരിയാനയിൽ BJPക്കും ജയം. ജമ്മു കശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷം നേടി. സംസ്ഥാന പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള കശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. BJP മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ PDPയുടെ തകർച്ചയാണ് ജമ്മു കശ്മീരിൽ ശ്രദ്ധേയമായത്. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा. लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ടും ഹരിയാനയിൽ BJP നേടിയത് ഹാട്രിക് ജയമാണ്. അന്തിമ ചിത്രമായിട്ടില്ലെങ്കിലും ഹരിയാനയിൽ BJP കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിട്ടുണ്ട്. നായബ് സിംഗ് സേനി തന്നെ മുഖ്യമന്ത്രിയായി തുടരും. मैं हरियाणा की जनता का जहां दिल से धन्यवाद करता हूं, उनको प्रणाम करता हूं, वहीं आदरणीय प्रधानमंत्री जी के नेतृत्व में जो ये 3री बार हरियाणा की ऐतिहासिक जीत हुई है, इसके लिए भी मैं प्रधानमंत्री जी का धन्यवाद करता हूं. मैं अपनी उच्च लीडरशिप का धन्यवाद करता हूं. मैं हरियाणा के लाखों भारतीय जनता पार्टी के कार्यकर्ताओं का. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കോൺഗ്രസ് സംശയം പ്രകടിപ്പിച്ചു. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലായിരുന്നുവെങ്കിലും പിന്നാലെ BJP ലീഡ് ഉയർത്തുകയായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അപ്ലോഡ് ചെയ്യാൻ വൈകിയെന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. കോൺഗ്രസ് ആരോപണം ശരിവയ്ക്കുന്ന ഒന്നും കണ്ടെത്തിയില്ല. ചട്ടപ്രകാരമാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിനീത വിജിയും അച്യുതനും വിശദാംശങ്ങളുമായി. ആദ്യം വിനീത വിജിയിലേക്ക്. വിനീത, കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമുണ്ടാകുമെന്നൊക്കെ പ്രവചിച്ചിരുന്നു. എന്നാൽ അതെല്ലാം അസ്ഥാനത്താക്കി, മുഴുവൻ പ്രതീക്ഷയും അസ്ഥാനത്താക്കിക്കൊണ്ട് ഹാട്രിക് നേടിയിരിക്കുകയാണ് BJP. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലുകളിലേക്ക് കോൺഗ്രസ് കടന്നോ? തീർച്ചയായും അനുജ, അത്തരം വിലയിരുത്തലുകളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. ഇതിനോടകം തന്നെ നേതാക്കളുടെ അടക്കം പ്രതികരണം കൂടി ലഭ്യമാവുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഈ EVM മെഷീനെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില ആരോപണങ്ങൾ തന്നെയാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസ് ക്യാമ്പുകൾ. രാവിലെ തന്നെ AICC ആസ്ഥാനത്ത് വലിയ ആഘോഷ പരിപാടികൾ, അതായത് ഈ വോട്ടെണ്ണി തുടങ്ങുന്ന 8 മണിക്ക് മുൻപ് തന്നെ പ്രവർത്തകർ അവിടെ എത്തുകയും അവർ അവിടെ ആഘോഷ
പരിപാടികളൊക്കെയായി നടത്തുകയും ചെയ്തു. വളരെ പിന്നാലെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ആ ലീഡ് നില അത് ഇങ്ങനെ മാറി മറയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. ഈ BJPക്ക് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പ്രചരണായുധമാക്കി അവർ രംഗത്തിറക്കിയിരുന്നുവെങ്കിൽ പോലും ഒരു ശക്തമായ ഒരു തിരിച്ചടി എന്ന് കൂടി നമുക്ക് കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ അത് കോൺഗ്രസിന് സ്വരൂപിക്കാൻ കഴിഞ്ഞുവെങ്കിലും മറ്റു വോട്ടുകൾ അത് കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തിയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഭൂപേന്ദ്ര ഹൂഡയെ മുന്നിൽ നിർത്തി ജാട്ട് വിഭാഗത്തിലെ വോട്ടുകൾ കേന്ദ്രീകരിച്ചപ്പോൾ BJP ഈ ജാട്ടിതര വോട്ടുകളിലേക്ക് കൂടുതൽ ലക്ഷ്യം വെക്കുകയും ആ വോട്ടുകൾ കൃത്യമായി ക്രമീകരിക്കുകയും ആ വോട്ടുകൾ അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇതിന് പിന്നാലെ ഈ എക്സിറ്റ് പോൾ ഫലമൊക്കെ വന്നതിന് പിന്നാലെ തന്നെ ഈ കോൺഗ്രസിനുള്ളിലെ ചില ഉൾപോരുകൾ കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ പരാജയത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയതെന്നാണ് ഇപ്പോൾ ഉണ്ടാകുന്നൊരു വിമർശനം. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ മുഖ്യമന്ത്രി പദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുമാരി സെൽജയും ഹൂഡയും ഒക്കെ തമ്മിലുള്ള തർക്കങ്ങൾ അതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു. ഈ പല പ്രശ്നങ്ങളും ഈ പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അത് പുറത്തിറക്കം വരികയും പിന്നീട് രാഹുൽ ഗാന്ധി തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഹരിയാനയിൽ പോവുകയും കുമാരി സെൽജയുമായൊക്കെയായി സംസാരിക്കുകയും ചെയ്തു. ഇതിനിടെ കുമാരി സെൽജ BJPയിലേക്ക് പോകുന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഉൾപോരും കോൺഗ്രസ് പ്രതിസന്ധിയിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിമർശനം എന്ന രീതിയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷകൾക്കൊക്കെ തന്നെ വിഭിന്നമായ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള വോട്ട് അത് ശേഖരിക്കാനോ അത്തരം വോട്ടുകൾ കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും. ഈ ജാട്ട്, ദളിത്, മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ് കേന്ദ്രീകരിച്ചപ്പോൾ മറ്റ് വോട്ടുകൾ ബ്രാഹ്മണ വോട്ടുകളടക്കം കൃത്യമായി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും BJPയുടെ അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു BJPക്ക്. ആ മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഉൾപ്പെടെ അവർക്ക് കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് ഈ പരാജയത്തിലേക്കടക്കം അവരെ എത്തിച്ചത്. പക്ഷേ ഈ ഏതാണ്ട് മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ ആരോപണമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ ഉണ്ടാകുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പവൻ ഖേരയും ജയറാം രമേശും ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നത്. പിന്നാലെ ഇവർ ഇലക്ഷൻ കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു, പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പറയുന്നത് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചില നടപടികൾ നടക്കുന്നുണ്ട്. ഇത്തരം നടപടികൾക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. ഒപ്പം തന്നെ വളരെ വേഗത്തിലും സുതാര്യമായിട്ടുമുള്ള രീതിയിൽ ഈ അപ്ഡേഷനുകൾ അപ്ലോഡ് ചെയ്യണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ആരോപണം ഇലക്ഷൻ കമ്മീഷൻ തന്നെ തള്ളി രംഗത്തെത്തിയിരിക്കുന്നു. ഇതിനോടകം തന്നെ ഈ പരാജയ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ചർച്ചകളിലേക്ക് അടക്കം കടന്നു എന്ന് കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അനുജ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. അച്യുതൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതന് ജമ്മു കശ്മീരിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തുകയാണല്ലോ. ഒമർ അബ്ദുള്ള തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, തീർച്ചയായിട്ടും അത് വലിയൊരു നേട്ടമാണ് ഇന്ത്യ സഖ്യത്തിന് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് BJP വലിയ രീതിയിലുള്ള പ്രചരണമാക്കി. നയാ കാശ്മീർ എന്ന തരത്തിലാണ് ഈ BJP തന്നെ അവരുടെ പ്രചരണം സജീവമായി നടത്തിയത്. പക്ഷേ അവർക്ക് വേണ്ട ഒരു നേട്ടം അത് BJPക്ക് കാര്യമായി ഈ ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചില്ല. മറിച്ച് അവിടെ നാഷണൽ കോൺഫറൻസിന് ഒരു ആധിപത്യം ഉണ്ടായിരിക്കുന്നു. അവർ ആ ഇന്ത്യ സഖ്യം, അതായത് NCയും കോൺഗ്രസും ചേർന്ന് നിന്ന ആ സഖ്യ വിജയം കണ്ടു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ഫലങ്ങൾ. എന്തായാലും അത് BJPയെ സംബന്ധിച്ച് കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. കാരണം നേരത്തെ PDPയുമായി ചേർന്നാണ് BJP സർക്കാർ അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് പിരിച്ചുവിടുകയും ഒടുവിൽ വീണ്ടും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രപതി കേന്ദ്രഭരണത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് പിന്നാലെ ഒരു തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീർ അഭിമുഖീകരിക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് അത് കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകുന്ന ഒരു അധ്യായം കൂടിയാണ് ജമ്മു കാശ്മീർ. മറിച്ച് ഹരിയാനയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ആശ്വാസം, അത് കൂടുതൽ ഊർജം പകരുന്ന ഒന്നായി ഇപ്പോൾ മാറിയിരിക്കുന്നു. കാരണം ഭരണവിരുദ്ധ വികാരം നിലനിന്നിട്ടും പ്രതികൂല സാഹചര്യങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നിട്ടുമാണ് അവിടെ BJPക്ക് മൂന്നാമതും ഒരു വിജയം ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിൽ അവലോകനം ചെയ്ത് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇന്ന് BJPയുടെ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി
നടത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും JP നദ്ദയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ആ അഭിസംബോധനയുടെ ഭാഗമാകും എന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പ്രകടന പത്രികയാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വോട്ടർമാരിൽ വരുത്തിയതെന്നുള്ള വിശകലനമുണ്ട്. കാരണം ഒരുപാട് പദ്ധതി പ്രഖ്യാപനങ്ങൾ, അത് പ്രത്യേകിച്ചും സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അത് ഒരു നേട്ടം BJPക്ക്, ഒരു മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPക്ക് ഉണ്ടായി എന്നതും നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതാണ്. 2100 രൂപയോളം പ്രതിമാസം വനിതകൾക്ക് നൽകുമെന്നത്, 2.5 ലക്ഷത്തോളം വരുന്ന ജോലി വാഗ്ദാനം, ഒപ്പം അഗ്നിവീർ പദ്ധതി, ആ അഗ്നിവീറുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഗവൺമെന്റ് ജോലി ഉറപ്പാക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ നിലവിലെ ഈ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് പ്രകടമാകുന്നത്. ഉന്മേഷ്, അനുജ. കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടി. അവിടെ BJP ഹാട്രിക് നേടി അധികാരത്തിലേക്ക് എത്തുകയാണ്. നായബ് സിംഗ് സേനി തന്നെ മുഖ്യമന്ത്രിയാകും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ജമ്മുകശ്മീരിലാകട്ടെ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റം. അടുത്ത വാർത്തയിലേക്ക്. കണ്ണൂർ മട്ടന്നൂരിൽ ദേശാഭിമാനി ലേഖനെ മർദ്ദിച്ചു എന്ന പരാതിയിൽ 5 പോലീസുകാർക്കെതിരെ നടപടി. ഒരു സീനിയർ CPOയെയും 4 CPOമാരെയും സ്ഥലം മാറ്റി. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള കാരണം എന്താണ്? കണ്ണൂർ മട്ടന്നൂരിൽ ദേശാഭിമാനിയും ലേഖകൻ ശരത് പുതുക്കുടിയെയും CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെയും മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നത്. അവിടെ പോളിടെക്നിക് കോളേജിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ദേശാഭിമാനി ലേഖകനെ അകാരണമായി മർദ്ദിച്ചു എന്നതാണ് CPM-ഉം ഈ ലേഖകനും ഉന്നയിച്ച പരാതി. നേരത്തെയും മറ്റു പല പരാതികളും, അതായത് കല്യാശ്ശേരി MLA M. വിജിനടക്കം SIക്കെതിരെ പരാതി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അക്കാര്യത്തിൽ പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല. പക്ഷെ വലിയ വിവാദം ഇതിനെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. സൈബർ അണികൾ അടക്കം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അടക്കം ചെയ്തിരുന്നു. വലിയ തോതിൽ പോലീസിനെതിരായ വിമർശനങ്ങളൊക്കെ രാഷ്ട്രീയമായി നിലനിൽക്കുകയും കൂടി ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ശരവേഗത്തിലുള്ള നടപടി വന്നിരിക്കുന്നത്. 5 പോലീസുകാർക്കാണ് സ്ഥലം മാറ്റം. മട്ടന്നൂർ സ്റ്റേഷനിലെ ഒരു CPOയ്ക്കും 4 CPOമാർക്കുമാണ്. സീനിയർ CPO ഷാജി കൈതേരിക്കണ്ടി, CPOമാരായ സന്ദീപ് കുമാർ, ബിപിൻ, ജിനീഷ്, അശ്വിൻ എന്നിവർക്കാണ് സ്ഥലം മാറ്റം ഉണ്ടായത്. ഇതിൽ ശരത്ത് ആരോപിക്കുന്ന കാര്യം, റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ SFI പ്രവർത്തകരെ പോലീസുകാർ മർദ്ദിക്കുന്ന ചിത്രം എടുക്കാൻ ശ്രമിക്കവേ തടയുകയും ഈ വിഷയത്തിൽ തർക്കമുണ്ടാവുകയും പിന്നാലെ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി കയറ്റുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നതാണ് ആരോപണം. പാർട്ടി പത്രത്തിന്റെ ലേഖകനെ ഇത്തരത്തിൽ പോലീസുകാർ ക്രൂരമായി വർദ്ധിച്ചു എന്ന പരാതി അടക്കം രാഷ്ട്രീയമായി ഇപ്പോഴത്തെ പോലീസിനെതിരായ വിമർശനങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ അത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയാവുകയും CPM സൈബർ അണികൾ തന്നെ പാർട്ടിക്കെതിരെ ആയുധമാക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ശരവേഗത്തിൽ ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. ദേശാഭിമാനി ലേഖകനെ മർദ്ദിച്ച സംഭവത്തിലാണ് 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. എറണാകുളം കാലടി ശ്രീശങ്കര കോളേജിൽ KSU മാർച്ചിനിടെ സംഘർഷമുണ്ടായി. ആലുവ SHOയ്ക്ക് പരിക്കേറ്റു. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവിന്റെ നോമിനേഷൻ റദ്ദാക്കിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് KSU നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കോളേജിന് മുന്നിൽ KSU പ്രതിഷേധിച്ചത്. നോമിനേഷൻ സമയത്ത് SFI എതിർത്തില്ലെന്നും CPIM DYFI പ്രവർത്തകരുടെ സമ്മർദ്ദം കാരണം പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ റദ്ദാക്കിയെന്നും KSU. ഇവർ ഈ പറയുന്ന ലിംഗോ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ സംസാരിക്കുന്നത്. പക്ഷെ 5 യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന മെയിലിൽ ലിംഗോ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം പോലെയല്ല അതിൽ വന്നിരിക്കുന്നത്. ഏകദേശം വ്യത്യസ്തമായിട്ടാണ് അവരെ മെയിലിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പലിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ടാക്രമിച്ചുവെന്ന് KSU പറയുന്നു. പ്രവർത്തകരെ കാലടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ചട്ടവിരുദ്ധമായാണ് KSU നോമിനേഷൻ നൽകിയതെന്ന് SFI ആരോപിക്കുന്നു. സർവകലാശാല നിയമപ്രകാരം ഒരു തവണ മത്സരിച്ചവർ വീണ്ടും മത്സരിക്കാൻ പാടില്ല. പ്രിൻസിപ്പൽ ഇക്കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായെന്നും SFI. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഒബ്ജക്ഷൻ അത് ആരുന്നയിച്ചാലും ജനാധിപത്യപരമായിട്ട് ഈ ഒബ്ജക്ഷനെ അംഗീകരിക്കുകയും ഒബ്ജക്ഷനെ ആ നിലയ്ക്ക് അതിനെ കണക്കിലെടുക്കുകയും ആ സ്ക്രൂട്ടിനി നിർത്തിവെക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം പ്രിൻസിപ്പൾ ആ സ്ക്രൂട്ടിനി ഏകോക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ഗ്രീവൻസിൽ പരാതിപ്പെട്ടാൽ മതി എന്നുള്ളൊരു വല്ലാത്തൊരു നിലപാട് സ്വീകരിച്ചു. സംഭവത്തിൽ പ്രതിഷേധം തുടരാനാണ് KSU തീരുമാനം. പ്രതിഷേധങ്ങളെ ചെറുക്കാൻ SFIയും രംഗത്തുണ്ട്. 24 കൊച്ചി. ലഹരി കേസിൽ ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനും കുരുക്കുമുറുകുന്നു. ഇരുവരും ആഡംബര ഹോട്ടലിൽ എത്തിയത് ഓം പ്രകാശ് സംഘടിപ്പിച്ച പാർട്ടിയിൽ പങ്കെടുക്കാൻ എന്ന പോലീസിന്റെ കണ്ടെത്തൽ. സിനിമാ താരങ്ങളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി.
ഗുണ്ടാ നേതാവിന്റെ മുറിയിൽ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും എന്തിനെത്തിയെന്നതായിരുന്നു പ്രധാന ചോദ്യം. പോലീസിന്റെ കണ്ടെത്തൽ ഇങ്ങനെ: താരങ്ങൾക്ക് ഓം പ്രകാശിനെ നേരിട്ട് പരിചയമില്ല. ഇവരെ മുറിയിലേക്ക് എത്തിച്ചത് എളമക്കര സ്വദേശി ബിനു ജോസഫ്. ആഡംബര ഹോട്ടലിൽ ഓം പ്രകാശ് സംഘടിപ്പിച്ചത് ലഹരി പാർട്ടിയെന്നും പോലീസ്. താരങ്ങളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശം നൽകി. കൊച്ചിയിലെ സിനിമാ ഗുണ്ടാ മാഫിയകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ ഫോറൻസിക് എക്സാമിനേഷൻ റിസൾട്ടൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. സിനിമാ മേഖല എന്ന് മാത്രമല്ല, അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. അന്ന് അവിടെ ഒരു പാർട്ടി നടന്നതെന്നുള്ള സത്യമാണ്. അതിനെക്കുറിച്ചാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP പാർട്ടിയിൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിന് കേസെടുത്തിട്ടുണ്ട്. ആ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന ആളുകളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഡ്രഗ്സിൻ്റെ കേസിലെടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ താരങ്ങൾ പോലീസിന് മുന്നിലെത്തൂ എന്നാണ് ലഭിക്കുന്ന വിവരം. റിമാൻഡ് റിപ്പോർട്ടിൽ പേരുള്ള 20 പേരെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. എറണാകുളം സൗത്ത് ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. ലഹരി പാർട്ടിയിലേക്ക് യുവതാരങ്ങൾ എന്തിനെത്തി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അന്വേഷണ സംഘം. സിനിമാ മേഖലയിൽ മാത്രമല്ല, കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി റാക്കറ്റുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. 24 റൗണ്ടപ്പ് തുടരുകയാണ്. ഹരിയാനയിൽ BJPയും ജമ്മുകശ്മീരിൽ ഇന്ത്യ സഖ്യവും അധികാരത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമ്മു കശ്മീരിൽ ഇന്ത്യ സഖ്യത്തിനും ഹരിയാനയിൽ BJPക്കും ജയം. ജമ്മു കശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം തിരിച്ചുവരവ് നടത്തി. ഇതുവരെയുള്ളതിൽ മികച്ച പ്രകടനത്തോടെയാണ് BJP ഹരിയാനയിൽ ഹാട്രിക് ജയം നേടിയത്. ജമ്മു കശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. ഹരിയാനയിൽ നായബ് സിംഗ് സൈനി തന്നെ തുടരും. പ്രവചനങ്ങളും എക്സിറ്റ് പോളുകളും പാളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം കാത്തിരുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്നത് കനത്ത പോരാട്ടം. ജമ്മു കശ്മീരിൽ തൂക്കുസഭയെന്നായിരുന്നു ഭൂരിഭാഗം പ്രവചനങ്ങളും. ഇത് വിശ്വസിച്ച് ഭരണം പിടിക്കാൻ കുറുക്കുവഴി തേടിയ BJPക്ക് തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭരണം പിടിക്കുമ്പോൾ മഞ്ഞു പൊതിയുന്ന കശ്മീരിൽ രാഷ്ട്രീയ ചൂട് ഇനിയുമേറും. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. ഭരണത്തിലെത്താനായില്ലെങ്കിലും ജമ്മുകശ്മീരിൽ BJPക്ക് വലിയ നഷ്ടമില്ല. ജമ്മു മേഖലയിൽ നില മെച്ചപ്പെടുത്തി. വോട്ട് ശതമാനത്തിലും മുന്നിൽ BJPയാണ്. എന്നാൽ PDP അമ്പെ തകർന്നു. ഇത് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനും ചെറുപാർട്ടികൾക്കും നേട്ടമായി. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി അടക്കം തോറ്റു. CPIMന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് പുറമെ ആം ആദ്മി പാർട്ടിയും സജാദ് ലോണിന്റെ പീപ്പിൾസ് കോൺഫറൻസും ഓരോ സീറ്റിൽ ജയിച്ചു. റഷീദ് എഞ്ചിനീയറുടെ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയം കണ്ടു. കശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് കശ്മീർ സാക്ഷ്യം വഹിച്ചത്. ഹരിയാനയിൽ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ ലീഡിൽ കോൺഗ്രസിന്റെ കുതിപ്പ്. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ആഘോഷത്തിന്റെ പകൽ പൂരം. എന്നാൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ കണ്ടത് BJPയുടെ വൻ മുന്നേറ്റം. मैं हरियाणा की जनता का जहां दिल से धन्यवाद करता हूं, उनको प्रणाम करता हूं, वहीं आदरणीय प्रधानमंत्री जी के नेतृत्व में जो ये तीसरी बार हरियाणा की ऐतिहासिक जीत हुई है. കോൺഗ്രസ് ഹരിയാനയുടെ ഭരണത്തിൽ തിരിച്ചെത്തുമെന്നായിരുന്നു മിക്ക പ്രവചനങ്ങളും. BJP ക്യാമ്പുകളിൽ നിരാശ പടർന്ന ദിനങ്ങൾ. എന്നാൽ ഹരിയാനയിൽ ഇതുവരെ നേടിയതിലെ ഏറ്റവും വലിയ വിജയം BJP സ്വന്തമാക്കി. ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ എണ്ണിപ്പറയാൻ പ്രതികൂല ഘടകങ്ങൾ പലതുണ്ടായിട്ടും അതെല്ലാം മറികടന്നു. ഗ്രാമീണ നഗരമേഖലകളിൽ BJP മുന്നേറി. ജാട്ട് സ്വാധീന മേഖലകളിൽ ഒപ്പത്തിനൊപ്പം. പിന്നോക്ക മേഖലകളിൽ മാത്രമാണ് BJP പിന്നിലായത്. ഭൂപീന്ദർ സിംഗ് ഹൂഡയെ മാത്രം ആശ്രയിച്ച കോൺഗ്രസിന് പാർട്ടിയിലെ തമ്മിലടി വലിയ തിരിച്ചടിയായി. ജാട്ട് പാർട്ടികളായ JJPക്കും INLDക്കും കറുത്ത കുതിരകളാകാനും കഴിഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുകുറഞ്ഞ വിജയമായിരുന്നു BJPയുടേത്. ഇതിനുശേഷം
ഹിന്ദി ഹൃദയഭൂമിയിലെ ആദ്യ പോരാട്ടത്തിലെ ജയം നേതൃത്വത്തിന് ആത്മവിശ്വാസമേകും. കാശ്മീരിലെ സഖ്യവിജയം മാത്രമാണ് കോൺഗ്രസിന് ആശ്വാസം. ജമ്മു കാശ്മീരിൽ നിന്ന് ബൽറാം നെടുങ്ങാടിക്കും ഹരിയാനയിൽ നിന്ന് നിതിൻ അംബുജനുമൊപ്പം വിനീത വിജി, 24 ഡൽഹി. PDPയെ തകർത്ത് തരിപ്പണമാക്കി ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസ് തിരിച്ചെത്തുമ്പോൾ BJPക്കും നിരാശയാണ്. പഴയ പ്രതാപകാലത്തെ അനുസ്മരിക്കും വിധമാണ് കശ്മീരിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ പ്രകടനം. തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞ് PDPക്ക് അടിപതറിയ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചുവരവ് നടത്തി നാഷണൽ കോൺഫറൻസ്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി നിന്ന് തോൽവി ചോദിച്ചു വാങ്ങിയ മെഹബൂബ മുഫ്തി അപ്രസക്തിയായപ്പോൾ 2 മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച് ഒമർ അബ്ദുള്ള ജമ്മു കശ്മീരിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക്. ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണെന്നാണ് ഒമർ അബ്ദുള്ള ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത്. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയ അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൈകോർത്ത് നാഷണൽ കോൺഫറൻസ് കളത്തിലിറങ്ങി. ജമ്മു കശ്മീരിന്റെ വികസനവും ജനക്ഷേമവും രാഷ്ട്രീയ വിഷയങ്ങളും ഒരുപോലെ പരിഗണിച്ച പ്രകടന പത്രികയുമായിരുന്നു ഒമറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. സ്വതന്ത്രരും BJPയും PDPയും ഒരുപോലെ വെല്ലുവിളി ഉയർത്തി. കോൺഗ്രസുമായി പല സമയത്തും തർക്കമുണ്ടായി. സീറ്റ് വിഭജനം കീറാബുട്ടിയായപ്പോൾ 5 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരം. എന്നിട്ടും വിജയം നാഷണൽ കോൺഫറൻസിനൊപ്പം നിന്നു. ജമ്മു മേഖലയിൽ BJP വീണ്ടും ശക്തി തെളിയിച്ചപ്പോൾ കശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കളം പിടിച്ചു. രണ്ടിടത്തും ഒന്നും ചെയ്യാൻ സാധിക്കാതെ മെഹബൂബ മുഫ്തി തോൽവിയുടെ പടുകുഴിയിലേക്ക് വീണു. 10 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 15 സീറ്റിൽ ഒതുങ്ങിപ്പോയിരുന്നു ഒമറിന്റെ പാർട്ടി. ഇപ്പോൾ പഴയ പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള തിരിച്ചുവരവ്. 28 സീറ്റിൽ നിന്നാണ് 4 സീറ്റിലേക്ക് PDP വീണത്. 25 സീറ്റിൽ നിന്ന് 29ആയി നില മെച്ചപ്പെടുത്തിയതിൽ BJPക്ക് ആശ്വസിക്കാം. പക്ഷേ ജമ്മു കശ്മീരിലേറ്റ തോൽവി BJPക്ക് കനത്ത പ്രഹരമാണ്. റിസർച്ച് ഡെസ്ക് 24. പ്രത്യേക പദവി റദ്ദാക്കിയതടക്കമുള്ള നടപടികൾ ജമ്മു കശ്മീരിൽ ഭരണത്തിന് വഴിയൊരുക്കുമെന്ന BJP പ്രതീക്ഷയ്ക്കാണ് മങ്ങലേറ്റത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയാ കശ്മീർ പ്രഖ്യാപനവും BJPയെ തുണച്ചില്ല. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കശ്മീരിന് സവിശേഷ അധികാരം നൽകുന്ന 370-ാം വകുപ്പ് കേന്ദ്ര സർക്കാർ റദ്ദാക്കുന്നതും ജമ്മു കശ്മീരിനെ ജമ്മു, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിക്കുന്നതും. പിന്നാലെ കശ്മീരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി, മുഹമ്മദ് യൂസഫ് തരിഗാമി, സജാദ് ലോൺ തുടങ്ങി നിരവധി നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി. തുടർന്ന് ദീർഘകാലത്തേക്ക് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ജനകീയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ആർട്ടിക്കിൾ 370 ജമ്മു കശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക അധികാരങ്ങൾ റദ്ദാക്കിയ വിഷയം ജമ്മു കശ്മീർ തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു. ഭൂമി വാങ്ങുന്നതിനും താമസത്തിനുമുള്ള അവകാശം, സർക്കാർ ഉദ്യോഗങ്ങളിൽ സംവരണം, പഠനത്തിനുള്ള സർക്കാർ ധനസഹായം എന്നിവയെല്ലാം തന്നെ ആർട്ടിക്കിൾ 370 പ്രകാരം സംസ്ഥാനത്തെ സ്ഥിരം നിവാസികൾക്കായി നിജപ്പെടുത്തിയിരുന്നത് റദ്ദാക്കലോടെ ഇല്ലാതായി. ഈ നടപടിയെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് 2020 പ്രതിപക്ഷ കക്ഷികളായ നാഷണൽ കോൺഫറൻസ്, PDP, CPIM, CPI, ജമ്മു കശ്മീർ പീപ്പിൾസ് കോൺഫറൻസ്, ജമ്മു കശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ്, ജമ്മു കശ്മീർ അവാമി കോൺഫറൻസ് എന്നിവർ ചേർന്ന് പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കാർ ഡിക്ലറേഷൻ രൂപീകരിച്ചത്. രാഷ്ട്രീയപരമായി സഖ്യം വിജയമായില്ലെങ്കിലും ജനതയ്ക്കിടയിൽ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ ഒരു അടിയൊഴുക്ക് സൃഷ്ടിക്കുന്നതിൽ സഖ്യം കാരണമായി. 2023 370-ാം വകുപ്പ് റദ്ദാക്കിയ നടപടി സുപ്രീം കോടതി ശരിവയ്ക്കുകയും വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി തള്ളുകയും ചെയ്തു. ഇത് ജനങ്ങൾക്കിടയിൽ BJP വിരുദ്ധ വികാരത്തിനിടയാക്കി. നയാ കശ്മീർ പദ്ധതിയിലൂടെ വികസനവും തൊഴിലുകളും സുരക്ഷയുമെല്ലാം വാഗ്ദാനം ചെയ്തെങ്കിലും ഈ വിരുദ്ധ വികാരം തണുപ്പിക്കാനുള്ള BJP ശ്രമങ്ങൾ വിലപ്പോയില്ലെന്നാണ് കശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലം വെളിവാക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് തത്സമയം. ബൽറാം, അവിടെ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ എവിടെ വരെ എത്തി? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, അനുജ, ജമ്മു കശ്മീരിൽ ഇത്തവണ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചത് NC തന്നെയാണ്. നേരത്തെ ഉണ്ടായ പ്രവചനങ്ങളെ അതീതമായ ഒരു വിജയം കൈവരിക്കാൻ നാഷണൽ കോൺഫറൻസിന് കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പാർട്ടി അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള ഇന്ന് ഉച്ചയോടെ തന്നെ ഒമർ അബ്ദുള്ള തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആയിരിക്കും എത്ര മന്ത്രി പദവികൾ വേണം എന്നതോ
അടക്കമുള്ള മറ്റു കാര്യങ്ങൾ, അധികാരം പങ്കിടൽ എത്തരത്തിൽ വേണം എന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡ് ആണെന്നും ഹൈക്കമാൻഡുമായി ആലോചിച്ച ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കടക്കൂ എന്നുമാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിലപേശലിന് വലിയ ഇടം ഇത്തവണ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണത്തെ 12 സീറ്റിൽ നിന്നും 6 ചുരുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലും കശ്മീർ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ സീറ്റുകൾ നേടിയത്. ജമ്മു മേഖലയിൽ കോൺഗ്രസ് പ്രചരണം വേണ്ടത്ര ഉണ്ടായില്ല എന്നതിൽ വിമർശനം പ്രചരണ ഘട്ടത്തിൽ തന്നെ ഫാറൂഖ് അബ്ദുള്ള ഉന്നയിച്ചതാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് വോട്ടെണ്ണുമ്പോഴും സാഹചര്യം. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ രൂപീകരിക്കാം എന്ന കണക്കുകൂട്ടൽ തെറ്റിപ്പോയെങ്കിലും ജമ്മു മേഖലയിൽ തങ്ങളുടെ വളർച്ച വീണ്ടും ഉണ്ട് എന്ന് തെളിയിക്കാൻ BJPക്ക് കഴിഞ്ഞു. കശ്മീരിൽ ഒറ്റ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ചെറു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്രരെ സംബന്ധിച്ചിടത്തോളം ജമ്മു കശ്മീരിൽ ഇത്തവണ വലിയ നേട്ടമുണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയർ റാഷിദ് അടക്കമുള്ള ചെറു പാർട്ടികൾ അവർ വലിയ നേട്ടം ഉണ്ടാക്കുമെന്നും ഇത്തവണ ഒരു തൂക്കുമന്ത്രിസഭയാണെങ്കിൽ അതിൽ നിർണായക ശക്തിയാകുമെന്നും കണക്ക് കൂട്ടിയിരുന്നു. അതെല്ലാം തന്നെ അപ്രസക്തമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ്. മെഹബൂബ മുഫ്തിക്കുണ്ടായ വലിയ നഷ്ടം അത് പൂർണ്ണമായും മുതലെടുക്കാൻ NCക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സീറ്റുകളുടെ ചിത്രം വ്യക്തമാക്കുന്നത്. അതേസമയം തോൽവി അംഗീകരിക്കുന്നു എന്നും സർക്കാരിന് എല്ലാ ആശംസകളും നേരുന്നു എന്നുമുള്ള പ്രതികരണമാണ് മെഹബൂബ മുഫ്തി ഇന്ന് നടത്തിയിരിക്കുന്നത്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തമായ ചിത്രം നാളെയോടെ അറിയാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെയും NCയുടെയും കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ NC കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് എത്തുന്നത്. ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് ഹരിയാനയിൽ BJP നേടിയ വിജയത്തിന് തിളക്കമേറെയാണ്. മാസങ്ങൾക്ക് മുന്നേ നേതൃത്വം നടത്തിയ പടയൊരുക്കമാണ് താമര വാടാതെ കാത്തത്. ഭരണവിരുദ്ധ വികാരം, കർഷകരോഷം, ഗുസ്തി താരങ്ങളുടെ സമരം, അഗ്നിവീർ, സംസ്ഥാന നേതൃത്വത്തിലെ ചേരിപ്പോര്, വിമതരുടെ രംഗപ്രവേശം, അങ്ങനെ എണ്ണി പറയാവുന്ന പ്രതികൂല ഘടകങ്ങൾ. എന്നിട്ടും ഹരിയാനയുടെ മണ്ണിൽ BJP പൊന്നുവിളയിച്ചു. തുടർച്ചയായ 3-ാം ഊഴവും കുരുക്ഷേത്ര ഭൂമിയിൽ BJPയുടെ തേരോട്ടം. കോൺഗ്രസ് ജാട്ടുവോട്ടിൽ കണ്ണുവെച്ചപ്പോൾ ജാട്ടിതര വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള തന്ത്രം ഫലം കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി OBC നേതാവായ നായബ് സിംഗ് സൈനിയെ കൊണ്ടുവന്നതാണ് അപ്രതീക്ഷിത കരുനീക്കം. കോൺഗ്രസിലെ പിന്നോക്ക വിഭാഗം നേതാവായ കുമാരി ഷെൽജ പ്രചാരണത്തിൽ സജീവമാകാത്തത് BJPയെ തുണച്ചു. അടിത്തട്ടിൽ RSSന്റെ പ്രവർത്തനവും BJPക്ക് അനുകൂലമായി. ചുരുങ്ങിയ മാസങ്ങളിൽ നായബ് സിംഗ് സൈനി സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ പാർട്ടിക്ക് തിരിച്ചുവരവിന് കളമൊരുക്കി. നിലവിലെ അംഗങ്ങളിൽ 40% പേരെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിന് ജനം കൈയടിച്ചു. ഭരണവിരുദ്ധ വികാരം ഇതിലൂടെയാണ് BJP മറികടന്നത്. നഗരമേഖലകളിൽ പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞില്ല. മോദി തരംഗത്തിൽ 2014 47 സീറ്റ് നേടി BJP ആദ്യമായി ഹരിയാനയിൽ ഭരണം പിടിച്ചത്. 2019 വിജയത്തിന്റെ മാറ്റു കുറഞ്ഞു. കേവല ഭൂരിപക്ഷമില്ല, 40 സീറ്റ് മാത്രം. JJP പിന്തുണയിലാണ് അന്ന് സർക്കാർ ഉണ്ടാക്കിയത്. ഇത്തവണ സാഹചര്യങ്ങളെല്ലാം BJPക്കെതിരെ ആഞ്ഞുവീശി. എന്നിട്ടും അതെല്ലാം മറികടക്കുന്ന മിന്നും ജയം. പൊളിറ്റിക്കൽ ഡെസ്ക് 24. അനുകൂല ഘടകങ്ങളെ രാഷ്ട്രീയ അവസരമാക്കാൻ കഴിയാതെയാണ് ഹരിയാനയിൽ കോൺഗ്രസിന്റെ തോൽവി. നേതാക്കളുടെ ചേരിപ്പോരും പ്രചാരണം ഭൂപിന്ദർ സിംഗ് ഹൂഡ എന്ന ഒറ്റ നേതാവിൽ കേന്ദ്രീകരിച്ചതും കോൺഗ്രസിന് തിരിച്ചടിയായി. സമീപകാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹരിയാനയോളം കോൺഗ്രസ് പ്രതീക്ഷ വെച്ച മറ്റൊരു സംസ്ഥാനവുമില്ല. 10 വർഷത്തിനു ശേഷം സംസ്ഥാന ഭരണത്തിലേക്ക് തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസം. എന്നാൽ അനുകൂല സാഹചര്യങ്ങൾ അവസരമാക്കാൻ കഴിയാതെയാണ് കോൺഗ്രസിന്റെ തോൽവി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും കൂടിയത് ഏതാനും സീറ്റുകൾ മാത്രം. പ്രധാന കാരണം കോൺഗ്രസിലെ തമ്മിലടി തന്നെ. ഭൂപീന്ദർ സിംഗ് ഹൂഡ, കുമാരി ഷെൽജ, രൺദീപ് സുർജേവാല തുടങ്ങിയ നേതാക്കളുടെ തമ്മിൽപോര് കോൺഗ്രസിന്റെ തിളക്കം കുറച്ചു. ഹൂഡയോടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം പിന്നാക്ക വിഭാഗത്തു നിന്നുള്ള നേതാവ് കൂടിയായ കുമാരി ഷെൽജ പ്രചാരണത്തിൽ വേണ്ടത്ര സജീവമായിരുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് നേതാക്കൾ നടത്തിയ പ്രസ്താവനകളും അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ജാട്ടുവോട്ടിലായിരുന്നു കോൺഗ്രസിന്റെ ശ്രദ്ധ. എന്നാൽ ആ വോട്ടുകൾ നിർണായകമായ 35ഓളം മണ്ഡലങ്ങളിലും വലിയ സ്വാധീനമുണ്ടാക്കിയില്ല. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ കളത്തിലിറക്കി ജാട്ടുവോട്ടുകൾ അനുകൂലമാക്കാനുള്ള തന്ത്രവും വേണ്ടത്ര വിലപ്പോയില്ല. കർഷക ഗ്രാമീണ മേഖലകളിലും നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഗ്രാമീണ മേഖലയിലെ 60ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പമാണ്. നഗരമേഖലകളിൽ മുന്നോട്ടു പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല. പിന്നോക്ക മേഖലകളിൽ മാത്രമാണ് കോൺഗ്രസിന് മുന്നിലെത്താനായത്.
ജയം ഉറപ്പെന്ന ആത്മവിശ്വാസത്തിൽ സഖ്യം രൂപീകരിക്കാതെ മത്സരിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് പരിശോധിച്ചേക്കും. ചെറുപാർട്ടികൾ വെവ്വേറെ മത്സരിച്ചപ്പോൾ BJPക്കെതിരായ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചതും കോൺഗ്രസിന് തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ 46 സീറ്റിലാണ് കോൺഗ്രസ് മുന്നിലെത്തിയിരുന്നത്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം തിളക്കം കുറഞ്ഞു. പാർട്ടിയിലെ തലമുറ മാറ്റം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇനി നേതൃത്വത്തിന് പരിഗണിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ജമ്മുകശ്മീരിന്റെ ഇടത് ശബ്ദമാകാൻ വീണ്ടും ഒരിക്കൽ കൂടി CPIM നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി നിയമസഭയിലേക്ക്. കുൽഗാമിൽ നിന്ന് വിജയിച്ച മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ 5ാം ജയമാണ് ഇത്. എന്നാൽ ഹരിയാനയിലെ ഭിവാനിയിൽ CPIMന്റെ ഓം പ്രകാശ് പരാജയപ്പെട്ടു. കനലായി തരിഗാമി വീണ്ടും എത്തുകയാണ്. 5ാം തവണയും 7838 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇക്കുറി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സയർ അഹമ്മദ് റഷ്യയെയാണ് പരാജയപ്പെടുത്തിയത്. കുൽഗാമിലെ തരിഗാം ഗ്രാമത്തിലെ കർഷക കുടുംബത്തിൽ ജനിച്ച തരിഗാമി ഒരു കാലഘട്ടത്തിന്റെ നേതാവായതിന് പിന്നിൽ വർഷങ്ങളുടെ പോരാട്ട ചരിത്രമുണ്ട്. 75കാരനായ മുഹമ്മദ് യൂസഫിനെ ഒരു വാർത്താ സമ്മേളനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള തരിഗാം ഗ്രാമത്തിൽ നിന്നുള്ള വ്യക്തി എന്ന നിലയിൽ തരിഗാം വാല എന്ന് വിശേഷിപ്പിച്ചു. അന്നു മുതൽ തരിഗാമിയായി. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ തരിഗാമി 1996-ലും 2002-ലും 2008-ലും 2014-ലും കുൽഗാമിൽ നിന്നുള്ള നിയമസഭാംഗമായി. അനന്ത്നാഗ് കോളേജിലെ വിദ്യാർത്ഥി നേതാവായാണ് തരിഗാമി പൊതുജീവിതം ആരംഭിച്ചത്. കമ്മ്യൂണിസ്റ്റ് സംഘടനയായ റവല്യൂഷണറി സ്റ്റുഡൻസ് ആൻഡ് യൂത്ത് ഫെഡറേഷന്റെ ഭാഗമായി 1967-ൽ CPIMന്റെ ഭാഗമായി ഡെമോക്രാറ്റിക് കോൺഫറൻസിൽ ചേർന്നതോടെയാണ് തരിഗാമി ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി വളർന്നത്. CPIMൽ നിന്ന് വേർപിരിഞ്ഞ് കുറച്ചുകാലം CPIMലും തരിഗാമി പ്രവർത്തിച്ചു. കശ്മീരിൽ 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെടുന്ന പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കാർ ഡിക്ലറേഷന്റെ കൺവീനറായി 2020-ൽ തരിഗാമി നിയമിക്കപ്പെട്ടു. കുൽഗാമിൽ നിന്ന് 5ാം തവണയും വിജയിച്ചതോടെ ജമ്മു കശ്മീരിൽ നിയമസഭാംഗമായി വിജയിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായി മാറി തരിഗാമി. ഹരിയാനയിലെ ഭവാനിയിൽ കനത്ത പരാജയമാണ് CPIM സ്ഥാനാർത്ഥി ഓം പ്രകാശിനുണ്ടായത്. 33,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥി ഘനശ്യാം സരഫ് അവിടെ വിജയിച്ചത്. റിസർച്ച് ഡെസ്ക് 24 റൗണ്ടപ്പിലേക്ക് തിരികെ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ലോറി ഉടമ മനാവ്. സൈബർ ആക്രമണത്തിനെതിരെ നൽകിയ പരാതിയിൽ നടപടി വേണമെന്നാണ് ആവശ്യം. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. വിദ്വേഷ പ്രചാരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് എന്നാണ് പരാതിയിൽ പറയുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത്? അനുജ, ഉന്മേഷ്, മനാഫ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത് അനുസരിച്ച് ഓഗസ്റ്റ് 2-നാണ് ആദ്യം പരാതി നൽകുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കായിരുന്നു അന്ന് മനാഫ് പരാതി നൽകിയത്. ഈ പരാതിയിൽ പറയുന്നത് തനിക്കെതിരെയും അർജുന്റെ കുടുംബത്തിനെതിരെയും വർഗീയമായി ആക്രമണം ഉണ്ടാവുന്നു, സൈബർ ആക്രമണം ഉണ്ടാവുന്നു, വിദ്വേഷ പ്രചരണം ഉണ്ടാവുന്നു. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നായിരുന്നു ഓഗസ്റ്റ് 2-ന് അയച്ച കത്തിൽ പറയുന്നത്. പക്ഷേ അന്ന് പരാതി നൽകിയെങ്കിലും ഇതുവരെയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് മുഖ്യമന്ത്രിക്ക് ഇന്ന് അയച്ച കത്തിലും പറയുന്നത്. മാസങ്ങൾ നീണ്ട ഈ തെരച്ചിലിനൊടുവിൽ അർജുനെയും അതോടൊപ്പം തന്നെ ട്രക്കും കണ്ടെത്താൻ സാധിച്ചു. അതിജീവനത്തിന്റെ പാതയിലാണ് താനും അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബവും. അപ്പോഴും ഈ വിദ്വേഷ പ്രചാരണം തുടരുന്നത് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ പ്രചാരണം തുടരുകയാണെങ്കിൽ താനും തന്റെ കുടുംബവും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നുവെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും ഈ കത്തിൽ പറയുന്നു. എന്താണെങ്കിലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുമോ, ഇതിൽ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മനാഫിന്റെ കുടുംബവും. രാഹുൽ സുരേഷാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പരസ്പരം RSS ബന്ധം ആരോപിച്ച് ഭരണ പ്രതിപക്ഷങ്ങൾ നിയമസഭയിൽ ഏറ്റുമുട്ടി. ADGP RSS കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമ്പോഴായിരുന്നു വാക്പോര്. ഹിന്ദുവിലെ വിവാദാഭിമുഖത്തിൽ നിയമ നടപടിയില്ലാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് സർക്കാർ കൃത്യമായ മറുപടി നൽകിയില്ല. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതും മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി. ഇന്നലത്തെ സ്ഥിതി ആവർത്തിക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ പ്രമേയം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം എന്നതാണ് എനിക്ക് പറയാൻ.
എന്നാൽ ചർച്ച ആരംഭിച്ച 12 മണിക്ക് മുഖ്യമന്ത്രി സഭയിലുണ്ടായിരുന്നില്ല. പനി കാരണം മുഖ്യമന്ത്രിക്ക് ഡോക്ടേഴ്സ് വിശ്രമം നിർദ്ദേശിച്ചുവെന്ന് സ്പീക്കർ വിശദീകരിച്ചു. എം.ആർ. അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച എൻ. ഷംസുദ്ദീൻ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഴ്ചകൾക്ക് മുമ്പ് ഇതിൽ കൃത്യമായ പത്രസമ്മേളനം നടത്തി വിവരം പറഞ്ഞിട്ടും ആരോപണ വിധേയനായ ADGPയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരായിട്ടാണ് സർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. RSS നേതാക്കളെ അജിത് കുമാർ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. ദ ഹിന്ദുവിന് അഭിമുഖം നൽകുന്നതിനിടെ ഒരാൾ കടന്നുവന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പരിഹാസം. ആരോ ഒരാൾ മുഖ്യമന്ത്രി ഹിന്ദു ലേഖിക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് കൈയും കെട്ടി പരിചയമില്ലാത്ത ഒരാൾ ഈ പിണറായി വിജയന്റെ അടുത്ത് നിന്നെന്ന് പറയാം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അക്കാര്യത്തിലൊക്കെ നല്ല ബഹുമാനമുള്ള ഒരാൾ നിൽക്കൂല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇല്ലെന്നും ഉണ്ടെങ്കിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാനും മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച MP രാജേഷിന്റെ വെല്ലുവിളി. PR വിവാദത്തിൽ ഹിന്ദു ദിനപത്രം നൽകിയ തെറ്റുതിരുത്തൽ വാചകത്തിൽ പിടിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ. മലപ്പുറം വിവാദത്തിലൂടെ സംഘപരിവാറിന് ഉപയോഗിക്കാനുള്ള ആയുധമാണ് നൽകിയതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിങ്ങൾ ഭരിക്കുന്ന ഈ സ്റ്റേറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന സ്റ്റേറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഭൂഷണമാണോ അതോ നാണക്കേടാണോ എന്ന്. മലപ്പുറം ജില്ലയെ കുട്ടി പാകിസ്ഥാൻ എന്ന് കോൺഗ്രസ് വിളിച്ചെന്ന് KT ജലീൽ പറഞ്ഞതോടെ സഭയിൽ ബഹളം. നിയമസഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് KT ജലീൽ പറഞ്ഞതെന്നും പരാമർശം പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പ്രസംഗത്തിനിടെ ഭരണപക്ഷം ബഹളമുണ്ടാക്കിയതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം. 24 റൗണ്ടപ്പിൽ ഇനി കാലാവസ്ഥാ റിപ്പോർട്ടാണ്. അതോടെ ഈ ബുള്ളറ്റിൻ പൂർത്തിയാകും. അതിനുശേഷം പൊതുജന കഴുതൽ എന്ന പരിപാടി കാണാം. TK എഴുതുന്നു. നമസ്കാരം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.